എല്ലാവർക്കും ക്രേസി ഷെഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ബിജു മാത്യൂസ്. എല്ലാവരും സുരക്ഷിതരായും സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വിഭവം നമ്മൾ മലയാളികൾക്ക് അത്ര പരിചയമല്ലാത്തൊരു വിഭവമാണ് പെഷവാരി ചിക്കൻ. പെഷവാരി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താം. ഞാനൊരു 3/4 കിലോയോളം ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് മല്ലിയില, വെളുത്തുള്ളി ഫൈൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇഞ്ചി ഫൈൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 നാരങ്ങയുടെ നീര്, ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2 തക്കാളി, അതിൻ്റെ ഉള്ളില് കുരുവും കാമ്പും എല്ലാം കളഞ്ഞതാണ്, ആവശ്യത്തിന് വെളിച്ചെണ്ണ, ഗ്രേവിക്ക് ആവശ്യമായ ചൂടുവെള്ളം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് പെഷവാരി ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടത്. ഇനി എങ്ങനെയാണ് പെഷവാരി ചിക്കൻ കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാത്രത്തിൽ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ നന്നായിട്ട് ചൂടായി. ചെറുതായി കട്ട് ചെയ്താക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വന്നു. ഇതിലേക്ക് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കാം. പച്ച ചിക്കൻ അങ്ങനെ തന്നെ നമ്മൾ മസാല ഒന്നും പരത്താതെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. മലയാളികളെ സംബന്ധിച്ച് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ കാണുന്നത്, ചിക്കൻ ഉപ്പ് പോലും ചേർക്കാതെ വറുത്തെടുക്കുന്നത്. ഇത് ചെറിയ ചെറിയ ബ്രൗൺ കളർ വരുന്നവരെയും വറുത്തെടുക്കാം. ചിക്കൻ്റെ കളറെല്ലാം മാറി നല്ല വൈറ്റ് കളറിലേക്ക് വന്നു. ചെറിയ ബ്രൗൺ ചെറിയ സ്പോട്ടുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ബ്രൗൺ സ്പോട്ടുകൾ കാണാം നമുക്ക്. ചിക്കൻ ആവശ്യത്തിന് വറുത്ത് ഇതായിട്ടുണ്ട്. കുരുവെല്ലാം കളഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞു. തക്കാളിയെല്ലാം നല്ല സോഫ്റ്റായി. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിയില എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഗ്രേവിക്ക് ആവശ്യമായ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്കിത് 3-4 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കണം. 2-3 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. ആ എണ്ണയും അതെല്ലാം കിടന്ന് നല്ല ഇതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ ഒന്നുകൂടെ ഒന്ന് വേവാനുണ്ട്. നമുക്ക് വീണ്ടും ഇത് മൂടി വെച്ച് കുറച്ചുകൂടെ ഒന്ന് വേവിച്ചെടുക്കണം. അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞു. നല്ലൊരു കളർ ടെക്സ്ചർ വന്നിട്ടുണ്ട്. ഒരു റെഡ് ബ്രൗൺ കളർ ടെക്സ്ചറാണ് കറിക്ക് വന്നേക്കുന്നത്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ്. നാരങ്ങ നീര്, കുറച്ചുകൂടി മല്ലിയില, നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പെഷവാരി ചിക്കൻ കറി ഇവിടെ റെഡിയാണ്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ മലയാളികൾക്ക് അത്ര പരിചയമല്ലാത്ത പെഷവാരി ചിക്കൻ കറി ഇവിടെ റെഡിയാണ്. മല്ലിയിലയുടെയും ഇഞ്ചിയുടെയും എല്ലാം ആ മണം, എണ്ണ കിടന്നിട്ട് വറുത്ത് വന്നിരുന്നതിൻ്റെ ആ മണമൊക്കെ കേൾക്കുമ്പോൾ തന്നെ വായിൽ കൊതി ഓർന്നു. നിങ്ങളും ഇത് വീടുകളിൽ ട്രൈ ചെയ്യുക. വീണ്ടും വ്യത്യസ്തമായ നല്ലൊരു വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി.